ഇത് വന്നിട്ട് 2016 പൾസറാണ്. ഇത് സിൽവർ കളർ വരുന്ന വണ്ടിയാണ്. ഇതിന് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ളൊരു വണ്ടിയാണ്. ഇത് നമുക്കൊരു 28 രൂപയ്ക്ക് കൊടുക്കാം. ഇത് വരും 2022 ജുപ്പിറ്ററാണ്. 22. അത് സിംഗിൾ ഓണറാണ്. 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് വരുമ്പോൾ 2013 യൂണിക്കോണ്. ഇത് നമുക്കൊരു 28 രൂപയ്ക്ക് കൊടുക്കാം. 28 എന്ത് ഓടി? 57,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 57,000 കിലോമീറ്റർ. വണ്ടിക്ക് 6 രൂപ വിലയുണ്ട്. 2 രൂപ പേപ്പർ 8 രൂപയ്ക്ക് കൊടുക്കാം. 8 രൂപ മൊത്തം. പണിത് വല്ലതും വെച്ചേക്കാണോ? ഒന്നും ചെയ്തിട്ടില്ല. ആ കണ്ടീഷൻ എടുത്തൊന്ന് ചെയ്തോളാം. നമ്മൾ വണ്ടി 6 രൂപയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ എഞ്ചിൻ പക്കയാണ്. എഞ്ചിൻ ഫാം കൊള്ളാം. പെയിൻറ്റിങ് മോശമാണ്. പെയിൻറ്റിങ് റെക്സാർ ഇത് റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്. ഫുള്ള് പണിത് റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്. 10 വർഷം കുടിശ്ശിയായി കിടന്ന വണ്ടി എടുത്ത് നമ്മൾ റീസ്റ്റോർ ചെയ്തെടുത്ത വണ്ടിയാണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് പത്തനംതിട്ട ജില്ലയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. പത്തനംതിട്ടയിൽ വന്ന് വീഡിയോ എടുക്കുക എന്ന് പറയുന്ന സഹോദരങ്ങളോട് ഞാൻ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷേ പല കടക്കാരും വീഡിയോ തരാത്ത കാരണം പിന്നെ വരാത്തതാണ്. അപ്പം ഇത്തവണ നിങ്ങൾ അങ്ങനെ പറഞ്ഞ് ഞാൻ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ വന്നേക്കുന്നത് ബൈക്കിൻ്റെ ഷോപ്പിലാണ്. ഡേ വണ്ടിക്കട എന്ന് പറയുന്നതാണ് ഷോപ്പിൻ്റെ പേര്. കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ പന്നിവിഴ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. പന്നിവിഴ, അടൂർ, പത്തനംതിട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ വണ്ടികൾ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ വണ്ടികളുടെ ക്വാളിറ്റി കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ഞാൻ ഈ കടയിൽ ആദ്യമായിട്ടാണ് അറിയാമല്ലോ. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ എത്ര രൂപയ്ക്കാണ് തുടങ്ങുന്നതെന്നും എത്രമാത്രം നല്ല വണ്ടികളാണ് കിടക്കുന്നതെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. അപ്പോൾ ചേട്ടാ നമസ്കാരം. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? പേര് ഷിബു. അതെ ചേട്ടാ, നമ്മളെ ചാനലിൽ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ എത്ര രൂപ വണ്ടികളൊക്കെ കിടക്കുന്നത്? നമുക്കിവിടെ ഒരു 8 രൂപ റേഞ്ച് പോലെ വണ്ടിയുണ്ട്. 8,000 രൂപ മേപ്പോട്ട് വണ്ടിയുണ്ട്. അത് മോഡൽ കുറഞ്ഞ വണ്ടിയായിരിക്കും, റീറ്റസ്റ്റ് അടുത്ത വണ്ടിയായിരിക്കും. അതുപോലെ ഒരു ബൈക്കാണെങ്കിലും സ്കൂട്ടർ ആണെങ്കിലും എല്ലാം ഒരു 8 രൂപ മുതൽ മേപ്പോട്ടുണ്ട്. ഇപ്പോൾ ഒരു വാറണ്ടി കൊടുക്കുന്ന ടൈപ്പ് വണ്ടികൾ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം എത്ര വർഷം തൊട്ടുള്ള വണ്ടികൾക്കായിരിക്കും ചേട്ടൻ കൊടുക്കുന്നത്? വാറണ്ടി പറയുമ്പോൾ ഒരു 2015 മേപ്പോട്ടുള്ള വണ്ടിക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഈ 2015 തൊട്ടുള്ള വണ്ടിക്ക് ലോണുണ്ടോ? 2016 മേപ്പോട്ട് ലോൺ കിട്ടും. 16 മേപ്പോട്ടാണ്. ഓക്കെ. അപ്പം നമുക്ക് അത്യാവശ്യം ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് 2020 മോഡലാണ്. RTR 25,000 കിലോമീറ്റർ ഓടിയ വണ്ടി. കിലോമീറ്ററൊക്കെ ഈ ബൈക്കിൻ്റെ ആയതുകൊണ്ട് ചോദിക്കുന്നതാണ്. ജെനുവിൻ ആയിരിക്കും? ജെനുവിൻ കിലോമീറ്ററാണ്. കാരണം പുതിയ വണ്ടിയല്ലേ, അപ്പോൾ കമ്പനി സർവീസ് ചെയ്യുന്ന വണ്ടിയല്ലേ, അപ്പോൾ ജെനുവിൻ കിലോമീറ്റർ തന്നെ. ഇത് 2020 മോഡൽ വണ്ടിയാണ്. RTR ഡ്യൂൽ ബ്രേക്ക് വരുന്ന വണ്ടി. 200. എത്ര ചോദിക്കുന്നത്? 85 രൂപയ്ക്ക് കൊടുക്കാം. 85. ഇറങ്ങിയപ്പോൾ എന്താ വേണം വില? 2 lakh അപ്പോൾ വില കാണും. 2 lakh അപ്പോൾ. ഇത് വന്നിട്ട് 2016 പൾസറാണ്. ഇത് സിൽവർ കളർ വരുന്ന വണ്ടിയാണ്. ഇതിന് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ളൊരു വണ്ടിയാണ്. ഇത് നമുക്കൊരു 28 രൂപയ്ക്ക് കൊടുക്കാം. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ. ടയേഴ്സൊക്കെ ഒരു ആവറേജ് ടയേഴ്സാണ് അല്ലേ? എത്ര ചോദിക്കുന്നത്? 28 രൂപയ്ക്ക് കൊടുക്കാം. 28. അത് ക്വാളിറ്റി വണ്ടിയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ സ്പ്ലെൻഡറാണ് വരുന്നത്. ഇതിപ്പം ഒരു 4 വർഷം പേപ്പറുള്ള വണ്ടിയാണ്. സ്പ്ലെൻഡറിന് പൊതുവേ മാർക്കറ്റുള്ളൊരു സമയമാണല്ലോ, മൈലേജ് കൂടുതലുള്ള വണ്ടിയായതുകൊണ്ട്. ഇത് ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. 27 രൂപയ്ക്ക് കൊടുക്കാം. 27. അതെ. ഇത് വരുമ്പോൾ 2021 ജുപ്പിറ്റർ സ്റ്റാൻഡേർഡ്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ ഓടിക്കുന്നത് 45,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 45,000 കിലോമീറ്റർ. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ വണ്ടിയാണ്. ഹൈ ക്വാളിറ്റിയാണ്. ഓരോ കാര്യങ്ങളൊന്നുമില്ല. എത്ര ചോദിക്കും? നമുക്കൊരു 55 രൂപയ്ക്ക് കൊടുക്കാം. 55. ലാസ്റ്റ് പ്രൈസ് ആണ് ഈ പറയുന്നതൊക്കെ? നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് അറേഞ്ച് ചെയ്യാം. കുറയും. അറേഞ്ച് ചെയ്യാൻ കൊടുക്കാം. ഓക്കെ. ഇത് 2019 എൻഡോർക്കാണ്. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണറാണ്. എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഒരു 55 കിലോമീറ്റർ ഓടിക്കണം. ഇതിന് അത്യാവശ്യം പോറലും കാര്യങ്ങളൊക്കെ ഉണ്ട്. 48 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. അതൊക്കെ മാറി കൊടുക്കുമോ? ഇല്ല, ആ കണ്ടീഷൻ 48 രൂപ. ഈ കിടക്കുന്ന കണ്ടീഷനാണ്. കസ്റ്റമർക്ക് ആവശ്യമാണെങ്കിൽ പെയിൻറ്റ് കൊടുക്കാൻ നമുക്ക്. അതിൻ്റെ എമൗണ്ട് കൂടെ തരണമെന്നുള്ളൂ. ഈ സീറ്റ് കവർ മാറുമോ? സീറ്റ് കവർ മാറി കൊടുക്കാം. എത്ര ചോദിക്കുന്നത്? അത് 48 രൂപയ്ക്ക് കൊടുക്കാം. 48. ഇത് വരുമ്പോൾ 2021 വണ്ടിയാണ്. എൻഡോർക്ക്. ഓണർഷിപ്പ് എത്രയാണ്? ഫസ്റ്റ് ഓണർ. ഇത് വരുമ്പോൾ ഒരു 65 രൂപയ്ക്ക് കൊടുക്കാം. 65. ഇതിന് മൈലേജ് എന്താണ്? മൈലേജ് 40-45 റേഞ്ച് വരും. ഈ എൻഡോർക്ക് അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയല്ലേ? എൻഡോർക്ക് ഇപ്പോൾ ആൾക്കാർക്കെല്ലാം ഒരു ഇഷ്ടമുള്ള വണ്ടിയാണല്ലോ. കാരണം ബൈക്ക് പോലത്തെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ പവറും ഒക്കെ. ഇത് വരുമ്പോൾ 2019 19 മോഡൽ. അത് 49.
ഇതിൻ്റെ ഫ്രണ്ട് ടയർ മോശമാണോ? ടയർ മാറി കൊടുക്കാം. ഓക്കെ, എത്ര ചോദിക്കുന്നത്? 49 രൂപ കൊടുക്കാം. ഓണർഷിപ്പ് എത്രയാണ്? ഫസ്റ്റ് ഓണർ. വണ്ടിക്ക് വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ? ഇല്ലല്ല, വണ്ടിയിൽ നമ്മൾ കൊണ്ടിരുന്ന വണ്ടി കംപ്ലൈൻറ്റ് തീർത്താ വെക്കുന്നത്. അപ്പം പിന്നെ അതിനകത്ത് അപകടമൊന്നും വരികയല്ല. പിന്നെ എന്തായാലും 6 മാസം വാറണ്ടി നമ്മൾ കൊടുക്കും. വണ്ടി കൊടുക്കും, എഞ്ചിൻ വാറണ്ടി കൊടുക്കും. ഇത് 2018 വണ്ടിയാണ്, ആക്റ്റീവ, സിംഗിൾ ഓണറാണ്, അടൂര വണ്ടിയാണ്. നമ്മുടെ സുഹൃത്തിൻ്റെ വാങ്ങിച്ചതാണ്. വിശ്വസിച്ച് ആർക്കും കൊടുക്കാൻ പറ്റും, കാരണം അത്രയ്ക്ക് ക്വാളിറ്റി വണ്ടി. ഒരു 4 പോലും ഇല്ല, അതേ ഓടിയ വണ്ടിയല്ല. 15,000 കിലോമീറ്റർ ഓടി. ബാക്ക് ടയർ പുത്തൻ ടയറാണ്. ബാക്ക് ടയർ പുതിയതാണ്. ഫ്രണ്ടും ഒരു 75% എബോ ഉണ്ട്. ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 48 രൂപ കൊടുക്കും. 45. ഇത് വരുമ്പോൾ 2016 ഹോണ്ട ആണല്ലേ? ഹോണ്ട, പഴയ ഹോണ്ട. എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഒരു 56 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 56. വേറെ പ്രത്യേകിച്ച് പറയത്തക്ക എന്തെങ്കിലും കംപ്ലൈൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്കൊരു 32 രൂപ കൊടുക്കും. അല്ല, കംപ്ലൈൻ്റ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ? കംപ്ലൈൻ്റ് ഒന്നുമില്ല, നിലവിൽ കംപ്ലൈൻ്റ് ഒന്നുമില്ല. 32. അതെ. അടുത്ത ഇത് വരും 2022 ജുപ്പിറ്റർ, 22. അത് സിംഗിൾ ഓണറാണ്. 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ കുറച്ച് ഓടിയുള്ളൂ അല്ലേ? പിന്നെ ഇവിടെ ഈ വണ്ടി പൊടി അടിച്ചിരിക്കുന്നതുകൊണ്ട് എല്ലാ വണ്ടി ഒരു അല്ല, അത് റോഡ് സൈഡല്ലേ ഉണ്ടാവും. അതേപോലെ എല്ലാ വണ്ടി പെർഫെക്റ്റാണ്, വണ്ടിയെല്ലാം പെർഫെക്റ്റാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. അത് മുമ്പ് 65 രൂപ കൊടുക്കും. 65. അതിൽ വണ്ടി ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുന്നത്. ഇതും 2016 വണ്ടിയാണ്. ചെറിയ തുരുമ്പൊക്കെ ഉണ്ട്. ഇതിൽ ചെറിയ തുരുമ്പുണ്ട്. ഒരു 29 രൂപ കൊടുത്തേക്ക് ആ കണ്ടീഷൻ. 29. ഓണർഷിപ്പ് എത്ര? ഫസ്റ്റ് ഓണർ. ഇത് 2014 വണ്ടിയാണ്. ഇത് ഫുള്ള് നമ്മൾ പണിതാണ്. വണ്ടി അഴിച്ച് റീപെയിൻറ്റ് ചെയ്ത് എല്ലാ സെറ്റപ്പും ചെയ്ത് ബാക്ക് ടയറും ഫ്രണ്ട് ടയറും പുതിയ ഇട്ട് പുതിയ ഇൻഷുറൻസ് പുതിയ ബാറ്ററി എല്ലാം ചെയ്തതാണ്. ഇതാകുമ്പോൾ 30 രൂപ വരും. എല്ലാം പണിതാണ് ഫുള്ള്. ഇതാകുമ്പോൾ ഒരു 1 ഇയർ വാറണ്ടി കൊടുക്കും. 1 ഇയർ വാറണ്ടി ഉണ്ടോ? വണ്ടി ഓരോ മൊത്തം പണിയെടുത്തു എന്നുള്ള. ഫ്രണ്ട് ടയറും ബാക്ക് ടയറും എല്ലാം പുതിയതാണ്, പെയിൻറ്റ് ചെയ്തതാണ്. എഞ്ചിൻ വർക്ക് കഴിഞ്ഞു, പക്ക വണ്ടി. ഇത് ലോൺ കിട്ടുമോ? അതിന് ലോൺ കിട്ടത്തില്ല. 14 മോഡലേ ഉള്ളൂ. ഓക്കെ. ഇത് വരുമ്പോൾ 2019 മാസ്റ്ററാണ്. 19 മാസ്റ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്. ടയേഴ്സൊക്കെ നല്ല ടയേഴ്സ് കിടപ്പുണ്ടല്ലേ? അത് 29 രൂപ കൊടുക്കാം. 29. എന്താ ഓടി? കിലോമീറ്റർ 18 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. അത് ഫുള്ള് ഫിനാൻസും കിട്ടും, ഒരു പോലും വേണമെന്നില്ല. പിന്നെ 2019 ആക്റ്റീവ 5G ആണ്, സിംഗിൾ ഓണറാണ്. 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതാകുമ്പോൾ 52 കിലോമീറ്റർ. ബാക്കിലത്തെ ടയർ നല്ല ടയർ കിടപ്പുണ്ട്. ഇത് 2016. ഇതും 10, 30, 32 റേറ്റ് കൊടുക്കാം. 10-30 രൂപയ്ക്ക് കൊടുക്കാം. 30 രൂപ. ഇതിൻ്റെ സീറ്റ് മാത്രം ചെറുതായിട്ട് മോശമായിട്ട്. ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ അത് പെയിൻറ്റ് കൊടുക്കാൻ എമൗണ്ട് വരുമെന്ന് അവിടെ ചെയ്ത് കൊടുക്കാം. ചെറിയ വ്യത്യാസം വരും. ഇത് 2016 ജുപ്പിറ്റർ. 16. സെക്കൻഡ് കളർ ഫെയ്ഡ് വന്നിട്ടുണ്ട് അല്ലേ? കളർ ഫെയ്ഡ് ചെറിയ അഴുക്കിൻ്റെ ഒരു പ്രശ്നമാണ്. പോളിഷ് ചെയ്യണം, അത്രേ ഉള്ളൂ. സർവീസ് ചെയ്ത് പോളിഷ് ചെയ്തല്ലേ കൊടുക്കുള്ളൂ? അതെ, ചെയ്തു, അങ്ങനെ കൊടുക്കും. എത്ര ഇത് ഓടിയിട്ടുള്ളത്? കിലോമീറ്ററൊക്കെ 50-55 കിലോമീറ്റർ ഓടി കാണും. അത് 32 രൂപ കൊടുക്കാം. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർ. ചോദിക്കുന്നത് എത്ര? 29 കൊടുക്കാം. 29. ഇത് 2017. അതും ജുപ്പിറ്റർ തന്നെ. ജുപ്പിറ്റർ തന്നെ, സ്റ്റാൻഡേർഡ്. അത് നല്ല വണ്ടിയാണ്. ഫ്രണ്ട് ടയർ പുതിയതായിട്ടേക്കുന്നത്. കിലോമീറ്ററും കുറവാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇച്ചിരി പോറലൊക്കെ ഉണ്ടെന്നുള്ളത്. ചെറിയൊരു പോറൽ അങ്ങോട്ടും ഉണ്ട്. കമ്പനി പെയിൻറ്റ് നിൽക്കുക, ഒന്നും ചെയ്തിട്ടില്ല. ഇത് 32 കൊടുക്കും. 32 രൂപ. ഇത് വരുമ്പോൾ 2013 യൂണിക്കോൺ. ഇത് നമുക്കൊരു 28 രൂപയ്ക്ക് കൊടുക്കാം. 28. എന്ത് ഓടി? 57,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 57,000 കിലോമീറ്റർ. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. വണ്ടി ഒരു ആവറേജ് കണ്ടീഷനെ പറയാൻ പറ്റത്തുള്ളൂ അല്ലേ? അല്ല, എഞ്ചിൻ ഭാഗമൊക്കെ പക്കയാണ്. വണ്ടി ഇച്ചിരി മങ്ങലുണ്ട്, അത്രേ ഉള്ളൂ. വണ്ടി കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പം കൊണ്ടുവരുന്ന വണ്ടികളെല്ലാം അത്യാവശ്യം പണിതാണ് വെക്കുന്നത്. അപ്പം ഇതിനകത്ത് പണിയും തീർത്താൽ വെക്കുന്നത്. അപ്പോൾ ഈ എടുക്കാൻ വരുന്നവർക്ക് പിന്നെ ഇത് വല്ലതും ചെയ്യണ്ട? ഒന്നും ചെയ്യണ്ട. നമ്മൾ ഓയിൽ ഫ്രീ കൊടുക്കും വരുന്ന ആൾക്കാർ. ഞാൻ ചോദിക്കട്ടെ, അത് ചോദിക്കാനാണ് വന്നത്. എത്ര രൂപ തൊട്ടുള്ള വണ്ടികൾക്കാണ് ഈ ഓയിലടക്കം ചെയ്ത് കൊടുക്കുന്നത്? നമ്മളെല്ലാ വണ്ടിക്കും ഓയിൽ മാറി കൊടുക്കും. 80,000 രൂപ വണ്ടിയാണെങ്കിലും എല്ലാ രൂപയും എല്ലാത്തിനും മാറി കൊടുക്കും. ഓയിൽ മാറി. നമുക്ക് ഓയിലുണ്ട്. ഓയിലുണ്ടായിട്ട് ഓയിൽ മാറി കൊടുക്കും. ഓയിൽ മാറിയില്ല എഞ്ചിൻ പണി വരുമല്ലോ, അതുകൊണ്ട് മാറി കൊടുക്കത്തുള്ളൂ. കസ്റ്റമേഴ്സ് കൊണ്ട് മാറണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ചിലവർ ഇപ്പം ഓയിൽ മാറി കൊടുക്കും പറഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു ഈ ലോണുള്ള ടൈപ്പ് വണ്ടിയൊക്കെ മാത്രമേ ചെയ്യൂ. അപ്പോൾ അത് അറിയാതെ വന്ന് വില കുറഞ്ഞ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടേ മാറാതെ ഇരുന്ന് വണ്ടി കംപ്ലൈൻറ്റ് ആവില്ല. നമ്മൾ ഓയിൽ മാറി കൊടുക്കും. ഓയിൽ മാറി കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടേ മാറണമെന്നില്ല. പിന്നെ എഞ്ചിൻ പണിയായി നമുക്ക് വലിയ ബാധ്യതയായിട്ട് വരും. അതുകൊണ്ട് മാറി കൊടുക്കും. ഇത് ക്രെക്സ് എന്ന് പറയും. ഇത് ക്രെക്സാർ. ഇത് റീസ്റ്റോർ ചെയ്ത വണ്ടി.
ഫുള്ള് പണിത് റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്. 10 വർഷം കുടിശ്ശിയായി കിടന്ന വണ്ടി എടുത്ത് നമ്മൾ റീസ്റ്റോർ ചെയ്തെടുത്ത വണ്ടിയാണ്. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ വണ്ടി ഒരു ആക്സിഡൻറ്റിലൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. എൻ്റെയിലും തുടക്കം ഇരുന്നത് ക്രെക്സാണ്. എൻ്റെയിലും തുടക്കം ഇരുന്നത് ക്രെക്സാണ്. ക്രെക്സ് 6 ഇത് വെച്ച് റേറ്റ് കൂടുതലാണ്, 32 രൂപ വരും. കാരണം 12,000 പേപ്പർ മാത്രമായത് കുടിശ്ശിയായിരുന്നു. ഓക്കെ. എല്ലാം പുതിയ ടയറ് കാര്യങ്ങൾ, എൻജിൻ റീസ്റ്റോർ ചെയ്ത ഫുൾ പെയിൻറ്റിങ്. ഇനി 5 വർഷം പുത്തൻ പേപ്പർ. ഇത് NS 2018 വണ്ടി. ഇതാകുമ്പോൾ 75 രൂപ. 75 സിംഗിൾ ഓണർ. ഈ ക്രെക്സ് എത്ര മൈലേജ് ആണ്? ക്രെക്സ് ഭയങ്കര മൈലേജാണ്. അതെനിക്കറിയാം, എന്നാലും ചോദിച്ചാൽ 75-80 മൈലേജാണ്. 75 എന്തായാലും അല്ല. രണ്ടാമത് പണിഞ്ഞെടുത്തെന്നല്ലേ പറഞ്ഞേ? അല്ലല്ല, അത് കാർബറേറ്റർ എല്ലാം പഴയ തന്നെ കിടക്കുന്നത്. പഴയ എഞ്ചിൻ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. എഞ്ചിനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് എത്ര ചോദിക്കുന്നത്? NS 75 രൂപ. 75. അത് ഫുള്ള് ഫിനാൻസ് കിട്ടും. NSൻ്റെ ഇത് വരുമ്പോൾ 2021 ഫാഷനാണ്. ഇത് നമുക്കൊരു 48 രൂപ കൊടുക്കാം, സിംഗിൾ ഓണർ. ഇതിൻ്റെ ഫ്രണ്ട് ടയർ മുട്ടയാണ്. ഫ്രണ്ട് ടയർ മുട്ടയാണ്. പക്ഷേ ഈ കണ്ടീഷൻ 48 രൂപ കൊടുക്കാം. ഈ കണ്ടീഷൻ, അതായത് ടയർ മാറാതെ. ഈ സിംഗിൾ ഓണറാണോ? സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർ. വണ്ടി കാണാനൊക്കെ വൃത്തിയുണ്ട്, അതൊന്നും കുഴപ്പമില്ല. എഞ്ചിനൊക്കെ പക്കേ. 2021 വണ്ടിയാണ്. എഞ്ചിനൊക്കെ പക്കേ. അടുത്ത ഇത് വരുന്നത് 2018 ഹോണറ്റാണ്. ഫ്രണ്ടും ബാക്കും ഡിസ്ക് വരുന്ന ടൈപ്പ് വണ്ടി. ഇത് ഓണർഷിപ്പ് എത്രയായിട്ടാ? ഇത് ഫസ്റ്റ് ഓണർ. നമുക്കൊരു 43 രൂപ കൊടുക്കും. 43. അതിൻ്റെ മുട്ടൻ ടയറൊക്കെ കിടക്കുന്നത്. ഇത് 2019 TVSൻ്റെ റേഡിയോ. നമുക്കൊരു 39 രൂപ കൊടുക്കാം. ഫുള്ള് ഫിനാൻസ് ഫുള്ള് കിട്ടുന്ന വണ്ടിയാണ്. TVSൻ്റെ അല്ലേ? മൈലേജ് ഉണ്ട്. സ്പ്ലെൻഡർ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കുകയും ചെയ്യാം. കാരണം റൈഡിങ് കംഫർട്ടബിളാണ്. അധികം ഹൈറ്റ് ഇല്ല. പഴയ മോഡൽ ഒരു ക്ലാസിക് ടൈപ്പ് വണ്ടിയാണ്. ആർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് വണ്ടി. വണ്ടി കണ്ടീഷനാണ്. വണ്ടി കണ്ടീഷനാണ്. സിംഗിൾ ഓണറാണ്. 10,000 കിലോമീറ്റർ ഓട്ടുള്ളൂ. 10,000 കിലോമീറ്റർ. 10,000? ഏത് വർഷമായിരുന്നു? 2020. 20? 5 വർഷമായില്ലേ? 5 വർഷം. കിലോമീറ്റർ കുറച്ച് കിട്ടുള്ളൂ. ആ. ഇത് വരുമ്പോൾ വിക്രാന്ത്, നമ്മുടെ INS വിക്രാന്തിൻ്റെ പാസ് എടുത്ത് ചെയ്ത വണ്ടിയാണ്. ബജാജ്. ഇത് വരുമ്പോൾ നമുക്കൊരു 25 രൂപ കൊടുത്തേക്കാം. 25? 17. 2017 വണ്ടി. കിലോമീറ്റർ 43 കണ്ടു കൊടുക്കും. 43. ഇത് 2013 പൾസറാണ്. നമ്മൾ എൻജിൻ പണിതാണ്. ഇപ്പം എൻജിൻ ഭാഗം നോക്കുകയോ വേണ്ട. ഏത് വർഷമായിരുന്നു? 13 അല്ലേ? 13. ഇത് എൻജിൻ നമ്മൾ റീസ്റ്റോർ ചെയ്തതാണ്. പുതിയ ബാറ്ററി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻജിൻ ഭാഗത്ത് നിന്ന് ഒന്നും നോക്കണ്ട. 25 രൂപ കൊടുക്കുക. 25 രൂപ. 25. ഇതിന് ലോൺ കിട്ടത്തില്ലല്ലോ? 13 അല്ലേ? 13. ലോൺ കിട്ടത്തില്ല. എൻജിൻ നമ്മൾ പണിത്, അതുകൊണ്ട് എൻജിൻ ഭാഗത്തിന് പണി വരികയാണ്. അതുകൊണ്ട് ആ റേറ്റ് വന്നത്. അല്ലെങ്കിൽ ഒരു 15 രൂപ 18 രൂപ എടുത്തില്ലേ? ആ റേഞ്ച് വരുമോ? പിന്നെ വരുന്നത് ജുപ്പിറ്റർ ക്ലാസിക്. സ്റ്റാൻഡേർഡ് അല്ല, ക്ലാസിക്. 2019 വണ്ടിയാണ്. നമുക്കൊരു 49 രൂപ കൊടുക്കും. എന്ത് ഓടിയിട്ടുണ്ട്? 61,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർ. വൃത്തി വണ്ടി, നല്ല വണ്ടി. പിന്നെ 2016 ഫസീന ഉണ്ട്. ഇങ്ങനെ ഓണർഷിപ്പ് നമ്മൾ എൻജിന് പണിത വണ്ടിയാണ്. ഇതിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. അത് പണിത് വൃത്തിയാക്കിയ വണ്ടി. അത് 34 രൂപ കൊടുക്കാം. 34? അതെ. എൻജിൻ വാറണ്ടി കൊടുക്കാം. ഇതുവരെ 2019 വണ്ടിയാണ്. 5G. 2019 5G. എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ വന്നിട്ട് 48,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 48. ഓണർഷിപ്പ് എത്ര? ഫസ്റ്റ് ഓണർ. അടൂര വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? നമുക്കൊരു 52 രൂപ കൊടുക്കാം. 52. 2019. ഇത് മാസ്റ്ററാണ്. മാസ്റ്റർ നമ്മൾ ഫുൾ അഴിച്ച് റീപെയിൻറ്റ് ചെയ്ത വണ്ടിയാണ്. 2015 മോഡലേ ഉള്ളൂ. എൻജിൻ വർക്ക്, പെയിൻറ്റിങ്, പുതിയ ഇൻഷുറൻസ്, പുതിയ ബാറ്ററി എല്ലാം ചെയ്ത വണ്ടിയാണ്. ഇതൊരു 10-27 രൂപ കൊടുക്കാം. അത് അതുപോലെ മുടക്കമുള്ള വണ്ടിയാണ്. പിന്നെ വരുന്ന ആക്സസ് ആണ്. ഒരു 12 മോഡൽ വണ്ടിയാണ്. 13 മോഡൽ വണ്ടിയാണ്. ഇത് നമുക്കൊരു 17 രൂപ കൊടുക്കാം. 17. ഇത് റീടെസ്റ്റ് ആവാറായ വണ്ടിയാണ്. എൻജിൻ ഫാം പക്കയാണ്. പെയിൻറ്റ് ചെയ്യണം. എന്നാ റീടെസ്റ്റ് എന്നാ? ഇനി ഒരു 3 മാസം കൊണ്ടുണ്ട്. നമുക്കൊരു 8 രൂപ കൊടുത്തേക്കാം. ഇതാണ് 8 രൂപ പറഞ്ഞത്. പിന്നെ കുറഞ്ഞ വണ്ടി കുറേ ഉണ്ട്. നമുക്ക് വേറെ കടയുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ അവിടെ ഇരിപ്പുണ്ട് വണ്ടി. ഇത് നമുക്ക് ഇപ്പം ഇത് പിന്നെ അവിടെ ഒരു ബോക്സർ ഇരിപ്പുണ്ട്. അല്ല, ഇത് ഓണർഷിപ്പ് എത്രയാണ്? ഫസ്റ്റ് ഓണറാണ്. ഫസ്റ്റ് ഓണർ. ഇതും വൈറ്റും. പിന്നെ വരുന്നൊരു ബോക്സർ ഉണ്ട്. അത് നമുക്കൊരു 8 രൂപ കൊടുക്കാതെ. അതിന് 2 വർഷം പേപ്പറുള്ള വണ്ടിയാണ്. വ്യാവസാക്കി അല്ലേ? വ്യാവസാക്കി. ചെറിയ വണ്ടി, ചെറിയ പാർട്ടികൾക്ക് ഉപയോഗിക്കാം. വണ്ടിക്ക് 6 രൂപ വിലയുണ്ട്. 2 രൂപ പേപ്പറുള്ള 8 രൂപ കൊടുക്കാം. 8 രൂപ മൊത്തം. പണിത് വല്ലതും വെച്ചേക്കാണോ? ഒന്നും ചെയ്തിട്ടില്ല. ആ കണ്ടീഷൻ എടുത്തുകൊണ്ട് ചെയ്തോണം. കാരണം വണ്ടി 6 രൂപ കൊടുക്കുന്നത്. അപ്പോൾ ഈ എൻജിൻ പക്കയാണ്. എൻജിൻ ഫാം കൊള്ളാം. പെയിന്റിങ് മോശമാണ്. പെയിന്റിങ് മോശമാണ്.
തുരുമ്പും കാര്യങ്ങളും ഉണ്ട് താനും. പെയിൻ്റ് അടിക്കണം, പെയിൻ്റ് അടിച്ചില്ല പറ്റും. ഇവിടെയൊക്കെ നോക്കിയാലും ചെറിയ തുരുമ്പ്. പിന്നെ മൈലേജ് വേണ്ടി ഉപയോഗിക്കുന്ന പാർട്ടിയാണെങ്കിൽ റെഫ്യൂസ് ആണെങ്കിൽ ഇത് ആവശ്യമുള്ളൂ. പിന്നെ ആവശ്യമുള്ളൂ. നമ്മളെ ഈ സ്ഥാപനം കറക്റ്റ് എവിടെയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തുടക്കം. നമ്മുടെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ അടൂർ തട്ടവഴി പത്തനംതിട്ട റൂട്ടിൽ നമ്മുടെ ശിവക്ഷേത്രത്തിനടുത്തായിട്ട്, ശിവക്ഷേത്രം, പന്നിയുടെ ശിവക്ഷേത്രം. നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ഒരു ചൂരൽ കസേര കടയുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് നമ്മുടെ കട വന്നിരിക്കുന്നത്. ദേവണ്ടിക്കട. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഒരു 8000 രൂപ തൊട്ട് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും എടുക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ഷോപ്പാണ്. മാർജിനുള്ള, അതായത് ഇപ്പോൾ വർഷം 2020 മുകളിലോട്ടുള്ള വണ്ടിക്ക് അതിൻ്റേതായ വിലയും, എന്നാൽ കുറഞ്ഞ വർഷങ്ങളുള്ളതിന് മാന്യമായി കുറഞ്ഞ വിലയും ചോദിക്കുന്ന ഒരു നല്ല കടയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എങ്ങനെയാണ് തോന്നിയതെന്നുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടുക. പിന്നെ ഒരു വണ്ടി എടുക്കാൻ വരുമ്പോൾ എല്ലാത്തവണയും പറയുന്ന പോലെ തന്നെ നല്ലൊരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ചാണെന്നുള്ള വിശ്വാസം കൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ.